വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം. കേരള കോൺഗ്രസിന്റെ സമുന്നത നേതാവായിരുന്ന KM മാണി തന്നെ ഒരിക്കൽ പാർട്ടിക്ക് നൽകിയ വിശേഷണം. ഇപ്പോഴിതാ കേരള കോൺഗ്രസ് വീണ്ടും പിളരുമോ എന്ന ചോദ്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. 1964 ഒക്ടോബർ 9 തിരുനക്കര മൈതാനത്ത് പിറന്ന കേരള കോൺഗ്രസ് എത്ര എണ്ണമുണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ ചിന്തയിൽ ഉത്തരം പറയാനായെന്ന് വരില്ല. അത്രയ്ക്കുണ്ട് ആ പിളർപ്പിന്റെ വ്യാപ്തി. ഇപ്പോൾ LDF വിട്ട് UDF ചേക്കേറാൻ കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെയർമാൻ ജോസ് കെ മാണി ഒരുങ്ങുന്നതായാണ് സൂചനകൾ. പക്ഷേ മന്ത്രി റോഷി അഗസ്റ്റിനും കൂട്ടരും എതിരഭിപ്രായക്കാരാണ്. ഇതോടെ കേരള കോൺഗ്രസിന്റെ ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടുമോ എന്ന ചോദ്യം രാഷ്ട്രീയ കേരളം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ 6 പതിറ്റാണ്ടിനിടെ കേരള കോൺഗ്രസിലുണ്ടായ പിളർപ്പിന്റെയും ലയനത്തിന്റെയും ചരിത്രമൊന്നു നോക്കണം. 1964 ഒക്ടോബർ 9 കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിക്കൊണ്ട് കോട്ടയം തിരുനക്കര മൈതാനത്ത് കേരള കോൺഗ്രസിന്റെ പിറവിയെന്ന് പറഞ്ഞല്ലോ. അന്നത്തെ R ശങ്കർ മന്ത്രിസഭയിൽ ആഭ്യന്തര മന്ത്രിയായിരുന്ന PT ചാക്കോയുടെ രാജിയും തുടർന്നുണ്ടായ ചാക്കോയുടെ മരണവുമാണ് പാർട്ടിയുടെ പിറവിക്ക് കാരണമായത്. PT ചാക്കോയ്ക്കെതിരായ കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ച് അന്ന് കോൺഗ്രസ് വിട്ട KM ജോർജും R ബാലകൃഷ്ണപിള്ളയും അടക്കമുള്ളവർ ചേർന്ന് കേരള കോൺഗ്രസ് രൂപീകരിച്ചു. തൊട്ടടുത്ത വർഷം 1965 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 25 സീറ്റുകൾ നേടി പാർട്ടി ശക്തി തെളിയിച്ചു. പിന്നീട് ദീർഘനാൾ പ്രതിപക്ഷത്തായിരുന്ന കേരള കോൺഗ്രസ് ആദ്യമായി ഭരണത്തിൽ പങ്കാളികളാകുന്നത് 1975 അച്യുതമേനോൻ മന്ത്രിസഭയിലാണ്. അന്നു മുതൽ തുടങ്ങി പാർട്ടിയിലെ അധികാര തർക്കങ്ങൾ. KM ജോർജിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് വെട്ടി KM മാണിയും R ബാലകൃഷ്ണപിള്ളയും മന്ത്രിയായി. പിന്നീട് 1977 KM ജോർജിന്റെ മരണശേഷം മാണിയുമായി തെറ്റിപ്പിരിഞ്ഞ് R ബാലകൃഷ്ണപിള്ള കേരള കോൺഗ്രസ് ബിക്ക് രൂപം നൽകി. കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ആദ്യ പിളർപ്പായിരുന്നു അത്. പിന്നീട് കണ്ടത് പിളർപ്പുകളുടെ ഘോഷയാത്ര. 1979 മാണിയും ജോസഫും രണ്ടു വഴിക്കായി. PJ ജോസഫുമായുള്ള അഭിപ്രായ ഭിന്നതയിൽ KM മാണി പാർട്ടി പിളർത്തി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് രൂപം നൽകി. PJ ജോസഫിന്റെ നേതൃത്വത്തിൽ ജോസഫ് വിഭാഗവും ഉണ്ടായി. പിന്നീട് 1982 KM മാണിയും ബാലകൃഷ്ണപിള്ളയും ഒരുമിച്ചു. 1985 PJ ജോസഫും എത്തി. പക്ഷേ ഒന്നിച്ചവർ 89 വീണ്ടും പിരിഞ്ഞു. 1993 TM ജേക്കബ് KM മാണിയോടിടഞ്ഞ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് രൂപീകരിച്ചു. 95 പിള്ള ഗ്രൂപ്പിൽ നിന്ന് ജോസഫ് M പുതുശ്ശേരി പിളർന്ന് പുതിയ പാർട്ടി ഉണ്ടാക്കി. പിന്നീട് പുതുശ്ശേരി മാണിയുടെ പാർട്ടിയിലേക്കെത്തി. 2003 PC തോമസിന്റെ കേരള കോൺഗ്രസും പിറവി കൊണ്ടു. അതേ വർഷം ജോസഫ് ഗ്രൂപ്പുമായി തെറ്റിയ PC ജോർജ് സെക്യുലർ കേരള കോൺഗ്രസിന് രൂപം നൽകി. 2010 മാണിയും ജോസഫും വീണ്ടും ലയിച്ചു. 9 വർഷത്തോളം നീണ്ട ആ ബന്ധം 2019 പതിവ് പോലെ വീണ്ടും തെറ്റിപ്പിരിഞ്ഞു. ഇതിനിടെ ജനാധിപത്യ കേരള കോൺഗ്രസും PC ജോർജിന്റെ ജനപക്ഷം എന്ന പാർട്ടിയും സ്കറിയ തോമസിന്റെ പാർട്ടിയും രൂപം കൊണ്ടു. 2020 ജനാധിപത്യ കേരള കോൺഗ്രസ് പിളർന്നു. ഫ്രാൻസിസ് ജോർജ് PJ ജോസഫിനൊപ്പം തിരിച്ചെത്തി. 2021 ജോസഫ് വിഭാഗം PC തോമസുമായി ചേർന്ന് കേരള കോൺഗ്രസ് എന്ന അവിഭക്ത പാർട്ടിക്കും രൂപം നൽകി. 2023 ജോണി നെല്ലൂർ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടിയും രൂപീകരിച്ചു. ഏറ്റവും ഒടുവിൽ 2024 ജോസഫ് വിഭാഗം വിട്ട് സജി മഞ്ഞക്കടമ്പിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയും ഉണ്ടാക്കി. അങ്ങനെ 62 വർഷത്തിനിടെ 2 ഡസനോളം പിളർപ്പുകൾ. ഇക്കൂട്ടത്തിലേക്കുള്ള പുതിയൊരു പിളർപ്പിന് 2026 സാക്ഷ്യം വഹിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ വീടിരുന്ന സ്ഥലത്തടക്കം LDF പരാജയപ്പെട്ടിരുന്നു. കേരള കോൺഗ്രസിന് പാലാ മുനിസിപ്പാലിറ്റിയിൽ വലിയ തിരിച്ചടിയേറ്റു. കോട്ടയത്തെയും ഇടുക്കിയിലെയും ഉറച്ച കോട്ടകളായ പലയിടത്തും പാർട്ടി പിന്നിൽ പോയി. തദ്ദേശ തിരഞ്ഞെടുപ്പിലേറ്റ ഈ തിരിച്ചടിയുടെ രാഷ്ട്രീയ സൂചന മനസ്സിലാക്കി സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങണമെന്നാണ് ജോസിനൊപ്പമുള്ളവരുടെ വാദമെന്നാണ് റിപ്പോർട്ടുകൾ. നിയമസഭയിൽ 5 MLA-മാരാണ് നിലവിൽ കേരള കോൺഗ്രസ് എമ്മിനുള്ളത്. ഇതിൽ UDF മടങ്ങണമെന്ന ജോസ് കെ മാണിയുടെ നിലപാടിനൊപ്പം നിൽക്കുന്നവർ 2 പേരാണെന്നാണ് സൂചന. സെബാസ്റ്റ്യൻ കുളത്തിങ്കലും ജോബ് മൈക്കിളും. മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഇടതിനൊപ്പം തുടരാമെന്ന താല്പര്യമുള്ളവരാണെന്നാണ് വിവരം. ഇവരെ അനുനയിപ്പിക്കാൻ ജോസ് കെ മാണിക്ക് സാധിച്ചില്ലെങ്കിൽ പാർട്ടിയുടെ പിളർപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാം. മുന്നണി മാറ്റ വാർത്തകൾ കേരള കോൺഗ്രസ് നേതാക്കൾ നിഷേധിക്കുന്നുണ്ടെങ്കിലും അണിയറയിൽ ഇതിനുള്ള നീക്കങ്ങൾ സജീവമാണെന്നാണ് വിവരം. ഇടതുമുന്നണിയുടെ കഴിഞ്ഞ 2 യോഗങ്ങളിലും ജോസ് കെ മാണി പങ്കെടുത്തിരുന്നില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നടന്ന സത്യാഗ്രഹത്തിലും ജോസ് കെ മാണിയുടെ അഭാവം വാർത്തയായി. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായി കേരളത്തിലെ മുന്നണി മാറ്റത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നും ആ വിസ്മയം എന്താണെന്നറിയാൻ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൂടി കാത്തിരിക്കണം എന്നുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകൾ കൂടി ഇതിനോട് ചേർത്ത് വായിക്കാം. UDF രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗിനും ജോസ് കെ മാണിയുടെ വരവിനെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണ്. PV അൻവർ, CK ജാനു, ഏറ്റവും ഒടുവിൽ CPM മുൻ MLA ആയിഷ പോറ്റിയെയും സ്വന്തം പാളയത്തിലെത്തിച്ച കോൺഗ്രസിന്റെ അടുത്ത വിസ്മയം ജോസ് കെ മാണിയാകുമോ എന്നറിയാൻ അല്പം കൂടി കാത്തിരിക്കാം.